ഇപ്പോൾ ജാക്സന്റെ വീടിൻ്റെ മുമ്പിൽ നിന്നാണ്. ഞങ്ങൾക്ക് ഒരു മുദ്രാവാക്യമുള്ളൂ, കാട്ടുകള്ള ജാക്സ, കട്ടപ്പണം എവിടെ, അത് ഞങ്ങൾക്ക് തിരിച്ചു തരൂ എന്നുള്ള മുദ്രാവാക്യം മാത്രമാണ് മൗനമായി എല്ലാവരുടെ മനസ്സിൽ മുഴങ്ങുന്നത്. ഓണാഘോഷിക്കേണ്ട പൈസ ജാക്സന്റെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ഇപ്പോൾ ഡെപ്പോസിറ്റേഴ്സ് യാചകരെ പോലെ ജാക്സന്റെ വീടിൻ്റെ മുമ്പിൽ അണിനിരന്നിരിക്കുകയാണ്. ജനങ്ങൾക്ക് ജനങ്ങളുടെ പൈസ തിരിച്ചു കിട്ടണം. ആർക്കും കട്ടുമൂട്ടിക്കാനുള്ള പൈസയല്ല ഞങ്ങൾ ചോരയും വിയർപ്പും ആക്കി നിങ്ങളുടെ ബാങ്കിൽ കൊണ്ടിട്ടത്. തിരുവോണനാളിൽ പട്ടിണി ഓണമാക്കിയ ഡെപ്പോസിറ്റേഴ്സിനെ പട്ടിണിയാക്കിയ ജാക്സന്റെ വീട്ടിൽ നിന്നുള്ള പട്ടിണി സമരം. കടന്നു പോകരുത്, ജാക്സൺ തിരിച്ചു തരണം. ഞങ്ങൾക്ക് എന്തെങ്കിലും പൈസ വേഗം തിരിച്ചു കിട്ടണം. അതാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം. അധികാരികളുടെ കണ്ടു തുറക്കുക, നിക്ഷേപകർക്കുടൻ പണം നൽകുക, കാട്ടുകൊള്ളക്കാരെ ജയിലിലടയ്ക്കുക, പണംകെട്ട കൊള്ളക്കാരെ ജയിലിലടയ്ക്കുക, നിക്ഷേപകർക്കുടൻ പണം തിരിച്ചു നൽകുക. ജയ് സഹകാരി സമരം, ജയ് ജയ് പട്ടിണി സമരം. കണ്ണീരിന്റെ ഉപ്പാണ് നമുക്ക്, കണ്ണീരിന്റെ ഉപ്പ്. കഞ്ഞി എല്ലാവരും അച്ചാറ് എല്ലാവരും പട്ടിണി സമരം, എല്ലാവരും നമ്മുടെ തിരുവോണനാളിൽ നമ്മൾ ഈ നേതാക്കിയ പ്രതിഷേധം തിരുവോണമല്ല തെരുവോണം. തിരുവോണ നാളിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഓണം ആഘോഷിക്കുന്ന കേരളത്തിലെ മലയാള സംസ്കാരത്തിൻ്റെ ഏറ്റവും മനോഹരമായ സുന്ദര ദിനത്തിലാണ് ഇരിഞ്ഞാലക്കുടയിൽ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള ഇരിഞ്ഞാലക്കുടയുടെ നടുത്തളത്തിൽ ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക്, ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിലെ നിക്ഷേപകർ നടത്തുന്ന സമരമാണ് നിങ്ങൾ കാണുന്നത്. ആദ്യം കണ്ടത് എവിടെയെന്നറിയോ? ഇരിഞ്ഞാലക്കുട നഗരസഭ ഭരിക്കുന്ന MP ജാക്സന്റെ വീടിൻ്റെ മുന്നിലാണ് MP ജാക്സനെതിരെ കള്ളാ മുദ്രാവാക്യം വിളികളുമായിട്ട് പ്ലേക്കാർഡും പിടിച്ച് കയ്യിൽ ചട്ടിയുമായിട്ട് സ്റ്റീൽ പാത്രത്തിൽ അവരുടെ രസീതുമായിട്ട് അവരുടെ നിക്ഷേപത്തിൻ്റെ രസീതും വെച്ചുകൊണ്ട് സമരം നടത്തുന്നത്. ഈ MP ജാക്സൺ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അയാൾ ഇരിഞ്ഞാലക്കുട നഗരസഭയുടെ ഭരണാധികാരി മാത്രമല്ല, അതായത് ചെയർമാൻ ചേംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ചെയർമാൻമാരുടെ ഒരു ചേംബറുണ്ട്. കേരളത്തിലെ എല്ലാ മുനിസിപ്പാലിറ്റി ചെയർമാൻമാരുടെയും ചേംബറിൻ്റെ ചെയർമാൻ. എന്ത് രസമാണെന്ന് നോക്കിയാൽ നിങ്ങൾ. ഇയാളൊക്കെ പിടിച്ച് ഈ സ്ഥാനത്തിരുത്തിയ ആൾക്കാരെ സമ്മതിക്കണം. അങ്ങനെയുള്ള ഒരു ചെയർമാൻ്റെ, ഒരു മുനിസിപ്പൽ ചെയർമാൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഈ നിക്ഷേപർ ഒത്തുകൂടി കള്ള വിളിക്കുന്നത്. ബെസ്റ്റ് ആളല്ലേ? ചേംബർ ഓഫ് ചെയർമാൻ്റെ ചെയർമാനാക്കാൻ പറ്റിയ ആളല്ലേ? കേരളത്തിൽ ബാക്കിയുള്ള മുനിസിപ്പൽ ചെയർമാൻമാരുടെ വീടിന് മുന്നിൽ ഇങ്ങനെ സംഭവങ്ങളുണ്ടോ? ഇയാളുടെ വീടിൻ്റെ മുന്നിൽ എന്താ? പകുതിയിലധികം കോൺഗ്രസ്സുകാരാണത്. രാഷ്ട്രീയം പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിലും കൈപ്പത്തിയിലും വോട്ട് ചെയ്യുന്ന ഏകദേശം 90% വരുന്ന ആളുകളാണ് ഈ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സന്റെ വീടിൻ്റെ മുന്നിൽ ഈ പ്ലേക്കാർഡ് പിടിച്ച് നിൽക്കുന്നത്. ഇനി അത് കഴിഞ്ഞോ ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടല്ലോ, അതിൻ്റെ മുന്നിൽ എന്താ നടക്കണേ? അതിൻ്റെ മുന്നിൽ നടക്കുന്നത് പട്ടിണി സമരമാണ്. ഒന്നിച്ചോണം പട്ടിണി ഓണം. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ജീവിച്ചു തീർന്ന് പല ഭാഗങ്ങളിലായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം നിക്ഷേപിച്ചിട്ട് ഒരു ദിവസം, അതായത് തിരുവോണ നാളിൽ കുടുംബാംഗങ്ങളായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും സാധിക്കാതെ സമരമുഖത്തേക്ക് വരേണ്ട ഗതികേടുണ്ടാക്കിയ കാട്ടുകള്ളൻ, താപ്പാന, കുബേരഭൂതം, റേഷനരി കട്ടവന് പിന്നെ എന്ത് തിരുവോണല്ലേ? ആരൊക്കെ കിടന്ന് അറിയിച്ചാലും റേഷനരി കട്ടവന് ഇതൊക്കെ എന്ത്? അമേരിക്കൻ ചാർലിയെ പോലുള്ള ഉണാപ്പന്മാരും ഉണാപ്പന്മാരും അവരെയൊക്കെ പാലൂട്ടി വളർത്തി ഈ 108 വർഷം പഴക്കമുള്ള ഈ ബാങ്കിനെ ഈ ഗതിയിലേക്ക് ആക്കിയിട്ട് ഇതാ നിക്ഷേപകർ, പാവങ്ങൾ. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അതിൽ മുഴുവനും 60 വയസ്സ് കഴിഞ്ഞ ആളുകളാണ്. ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം കഴിഞ്ഞ് പല ഉന്നത മേഖലകളിലും ജോലി ചെയ്ത് ഇങ്ങനെ ഒരു തിരുവോണനാളിൽ ഇങ്ങനെ ഒരു സമരത്തിന് ഇരിക്കേണ്ട വരും എന്നുള്ള ഒരു സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ലെന്ന്. അതിൽ ഒരു വില്ലപ്പൻ കണ്ടില്ലേ ചട്ടിയും പിടിച്ചിരിക്കുന്ന കഞ്ഞി, വിഭവസമൃദ്ധമായ സദ്യ, നാക്കിലേക്ക് മുന്നിലിരുന്ന് സദ്യ ഉണ്ണേണ്ട ആളുകളാണ് ഈ കഞ്ഞിയും അതുപോലെ തന്നെ അച്ചാറും കൂട്ടി അവർ ഈ തിരുവോണനാളിൽ നിൽക്കുന്നത്. ഇത് ഇരിഞ്ഞാലക്കുടയിലെ ഭരണാധികാരികളുടെ മുന്നിലിടുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. മനസ്സിലായിട്ടുണ്ടോ? ഇവിടെ ഇഷ്ടംപോലെ ആളുകളില്ലേ, ഞാൻ എന്താ പറയണേ, പകിട്ടാർന്ന സമ്പന്നമായിട്ടുള്ള ചില വർണ്ണാഭമായ പരിപാടികളുടെ മുന്നിലൊക്കെ നിന്നിട്ട് പറയാനായിട്ട് ഈ സോണിയാഗിരിനെ പോലുള്ള ആളുകൾക്കൊക്കെ എന്തൊരു ആവേശമാണ് നോക്കിയാൽ. ഇവിടെ ഒന്ന് വരാൻ പോലും ആ സ്ത്രീക്ക് സാധിച്ചോ? മുൻ നഗരസഭയുടെ ചെയർപേഴ്സൺ അവർക്ക് മാന്യമായ രീതിയിൽ അവർ സംസാരിക്കേണ്ട രീതിയിൽ ഒരു വാക്ക് പറഞ്ഞു. ഈ സോണിയാഗിരി എന്ന് പറയുന്ന ഈ സ്ത്രീത്വം അവരെന്ത് ഇടപെടൽ നടത്തി ഈ നിക്ഷേപകർ? ഞാൻ അവരുടെ പാർട്ടിനെ അവർ തള്ളി പറയുന്നു വേണ്ട. അവർ വന്ന് ഇവർക്കൊരു അനുഭാവപൂർണ്ണമായിട്ടൊരു പിന്തുണയെങ്കിലും നൽകാൻ KPCC ജനറൽ സെക്രട്ടറി സോണിയാഗിരിക്ക് കഴിയില്ലേ? അവരെന്താ മിണ്ടാണ്ടിരിക്കുന്നത്? അതേപോലെ തന്നെ ഈ തോമസ് ഉണ്ണിയാടൻ MLA നിക്ഷേപകർ പറഞ്ഞു തോറ്റപ്പെടുന്ന ഏതാണ്ട് ഉദ്യോഗസ്ഥരെ പോയി കണ്ടു എന്ന് പറയുന്നത്. ഈ ആൾക്കെന്ത് നിയമസഭയിൽ ഉന്നയിച്ചൂടെ? ഈ വിഷയം ഉന്നയിച്ചൂടെ? ഒരക്ഷരം പോലും മിണ്ടണില്ല.
അപ്പോൾ സമ്പന്നമാർന്ന വർണ്ണപ്പകിട്ടാർന്ന പല ഒന്നിച്ചോണം പരിപാടികളിലും കുണുങ്ങി നടക്കാനും ആശംസകൾ പറയാൻ എല്ലാവർക്കും പറ്റും. ഇതിവിടെ ഒന്നിച്ചോണം പട്ടിണിയോണം നടത്തുന്ന ഈ നിക്ഷേപകർ നല്ല രീതിയിൽ ജീവിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഉയർന്ന തലങ്ങളിൽ ജോലി ചെയ്ത് അവസാനം ജീവിത സായാഹ്നത്തിൽ ഈ ബാങ്കിൽ കൊണ്ടുപോയി പണം ഇട്ടു എന്നുള്ള ആ ഒരു തെറ്റ് മാത്രം ചെയ്ത ഈ നിക്ഷേപകരുടെ കണ്ണീര് കാണാൻ ഒരാളും ഇവിടെ എത്തിച്ചേർന്നില്ല. LDFന്റെ പാർലമെന്റ് പാർട്ടി ലീഡർ എത്തി, അതുപോലെ തന്നെ BJPയുടെ നേതാവ് കൃപേഷ് ചെമ്മണ്ട അടക്കമുള്ള ആളുകളും അവിടെ എത്തിച്ചേർന്ന് അവർ പൂർണ്ണമായി സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മറ്റിവിടുത്തെ ഭരണാധികാരികൾ ബിഷപ്പ് ഹൗസിന്റെ മുന്നിലാണ് ഈ സാധനം നടത്തുന്നത്, മനസ്സിലായിണ്ടോ? ഇരിഞ്ഞാലക്കുട രൂപത ആസ്ഥാനത്തിന്റെ മുന്നിലാണ് ഈ സമരം, പട്ടിണി സമരം. ഏത് ഈ തിരുവോണനാളിൽ അവിടെ ഇരിക്കുന്ന ആദരണീയനായിട്ടുള്ള മാർ പോളി കണ്ണൂക്കാടൻ ബിഷപ്പിന് ഇത് കാണാൻ പറ്റുന്നില്ലേ? അവിടെ മോൺസിഞ്ഞോർമാർ ഇരിക്കുന്നുണ്ടല്ലോ, കുറേ പേര് അച്ഛന്മാരും ഇരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരാൾക്ക് വന്നു തീരുന്നു ഇവിടെ വരെ നിക്ഷേപകരുടെ ഈ പ്രശ്നത്തിൽ ഇടപെടാനായിട്ട് വരാൻ സാധിച്ചോ? വേറെ ചില അതിരൂപതകളൊക്കെ ഇതുപോലെ സമരങ്ങൾ നടക്കുമ്പോൾ കുറച്ച് അച്ഛന്മാരൊക്കെ വന്ന് ഇടപെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരുടെ മേജർ അതിരൂപതയിലൊക്കെ ചില വിഷയങ്ങളുണ്ടാകുമ്പോൾ മനസാക്ഷിയുള്ള കുറച്ച് അച്ഛന്മാരെങ്കിലും വന്ന് ഇടപെടുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരാളുമില്ല. ഒരു സമുദായ നേതാക്കന്മാരോ തൊട്ടു മുന്നിൽ കിടക്കുന്ന ഇരിഞ്ഞാലക്കുട ബിഷപ്പ് ഹൗസിലെ ബിഷപ്പോ അല്ലെങ്കിൽ അച്ഛന്മാർ ആരും ഈ വിഷയത്തെ കാണുന്നില്ല എന്നുള്ളതാണ്. തിരുവോണ നാളിലാണ് ഇത്ര പേർക്ക് നിക്ഷേപകർ വന്നു കുത്തിയിരുന്ന് പട്ടിണി സമരം നടത്തി കഞ്ഞിയും അച്ചാറും കൂട്ടി അവർ ചെറിയ പ്ലേറ്റിൽ പ്രതീകാത്മകമായി കഴിച്ചു പോകുന്നത്. നാണമാകില്ലേ മിസ്റ്റർ MP ജാക്സൺ? നിങ്ങൾ ഭരിക്കുന്ന, നിങ്ങൾ പന്താടുന്ന ഈ ഇരിഞ്ഞാലക്കുട നഗരസഭയുടെ നടുത്തളത്തിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. നിങ്ങളുടെ മതിലിൻ്റെ പുറത്താണ് നിങ്ങളെയാക്കി മാറ്റിയ നിങ്ങൾ ഈ വളർന്നു വലുതായ ആ സമ്പന്നതയുടെ എല്ലാവിധ അംശങ്ങളും തന്ന ഈ നിക്ഷേപകർ പുറത്ത് പ്ലേക്കാർഡും പിടിച്ചു നിൽക്കുന്നത് മനസ്സിലായിട്ടുണ്ടോ? ഈ ചേംബർ ഓഫ് ചെയർമാൻ, അതായത് കേരളത്തിലെ എല്ലാ മുനിസിപ്പാലിറ്റി നഗരസഭാ ചെയർമാന്മാരുടെയും ചേംബർ, അതിന് ഇയാളെ ഞാൻ പറയുന്നത് VD സതീശൻ മുഖ്യമന്ത്രി അധികം താമസിയാതെ അയാൾ ഇവിടെ നിന്ന് പുറത്താക്കണം. ഈ മനുഷ്യനെ അതിൽ നിന്ന് പുറത്താക്കണം. ഇയാൾക്ക് എന്ത് യോഗ്യതയുണ്ട് ആ സ്ഥാനത്ത് വന്നിരിക്കാൻ? അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലും ഈ നഗരസഭാ ചെയർമാനായിട്ടുള്ള MP ജാക്സന്റെ വീടിന്റെ മുന്നിലും അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിന്റെ മുന്നിലും ഞാൻ കേട്ടത് ഒരൊറ്റ കാര്യമുള്ളൂ, കള്ളാ ജാക്സ, കട്ട കാശ് തിരിച്ചു താടാ, ഒന്നിച്ചോണം പട്ടിണിയോണം. ഇരിഞ്ഞാലക്കുട ഇങ്ങനെ ഒരു സമരം ഒരു കാലഘട്ടത്തിലും കണ്ടിട്ടുണ്ടാവാൻ സാധ്യത. ഇരിഞ്ഞാലക്കുട എന്നല്ല, കേരളത്തിൽ ഒരു സ്ഥലത്തും ഇതുപോലെ തിരുവോണ നാളിൽ ഇങ്ങനെ ഒരു സമരം നടന്നിട്ടില്ല. നിക്ഷേപകർ അതീവ ദുഃഖിതരാണ്. അവരുടെ ഈ നിക്ഷേപവുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലിലേക്ക് ഇപ്പോഴും ഇതിന്റെ പഴയ ഭരണസമിതി ഈ ബാങ്കിനെ കുട്ടിച്ചോറാക്കിയ, നശിപ്പിച്ച് നാറാണക്കല്ല് തോണ്ടിയ ഈ MP ജാക്സന്റെ ഭരണസമിതിപ്പെട്ട ആരെങ്കിലും ഒരാൾ ഈ നിക്ഷേപകരെ കാണാനോ ഈ വിഷയവുമായിട്ട് ഇടപെടാനോ യാതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇരിഞ്ഞാലക്കുടക്കാരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇതുപോലുള്ള അവതാരങ്ങളെ ഇനിയും നിങ്ങൾ ജനകീയമായിട്ടുള്ള കസേരകളിലേക്ക്, സോപാനങ്ങളിലേക്ക് കൈപിടിച്ച് ഉയർത്തരുത്. അത് മാത്രമാണ് പറയാനുള്ളത്. സമരങ്ങൾ പുതിയ തലങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നിക്ഷേപകരുടെ നിലവിളികൾ ഉയരുകയാണ്. ഈ നിലവിളികൾ കാണേണ്ടവർ കാണാതെ മുന്നോട്ട് പോകുന്നു. അതുമാത്രമല്ല, അവർ ഈ ഗിമ്മിക്കുകൾ കാണിച്ച് ചില ചർച്ചകളൊക്കെ നടത്തി, ചില ആൾക്കാരായിട്ട് ചർച്ചയൊക്കെ നടത്തി, ഞങ്ങൾ അപ്പടി ഇടപെട്ടു എന്നൊക്കെ പറയുന്നതല്ലാതെ ഈ നിക്ഷേപകരുടെ നിലവിളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സമാശ്വാസ പരിപാടിയുമായിട്ട് ആരും തന്നെ, മുഖ്യമന്ത്രി VD സതീശനോ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഭരണകൂടത്തിലെ ആളുകളോ മന്ത്രിമാരോ ഒന്നും തന്നെ ഇവർ നൽകിയ പരാതി സ്വീകരിച്ച് അൻവലിപ്പിലിട്ട് പൂട്ടിയതല്ലാതെ യാതൊരു ഇടപെടലുകളും ചെയ്യുന്നില്ല. തിരുവോണ നാളിൽ ഇരിഞ്ഞാലക്കുട പട്ടണത്തിന്റെ നടുത്തളത്തിൽ ഒന്നിച്ചോണം പട്ടിണിയോണം, പിന്നെ മുദ്രാവാക്യം കട്ട കാശ് തിരിച്ചു താടാ ജാക്സ. ഇതാണ് ഇരിഞ്ഞാലക്കുടയിൽ ഇന്ന് നടന്നത്.